ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രാഫ്റ്റ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സോൾഡറിങ് അയനെ കുറിച്ചുള്ള റിവ്യൂസ് ആണ്. ഇത് എന്നോട് 2-3 സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സോൾഡറിങ് അയൺ ഒന്ന് റിവ്യൂ ചെയ്യാമോ എന്ന്. ഇത് റിവ്യൂ ചെയ്യാൻ ഇതിനകത്തൊന്നും തന്നെ ഇല്ല, എങ്കിലും നമുക്ക് ഇതെന്താണ് സാധനം, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഈ സോൾഡറിങ് അയൺ എന്ന് പറയുന്ന സാധനം. ഇതിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനൊന്നുമില്ല, എങ്കിലും എന്നോട് 1-2 പേർ ഇത് റിവ്യൂ ചെയ്യാനായി ചോദിച്ചതിന്റെ ഭാഗമായാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യുന്നത്. ഇത് 25 വാട്ട്സും 230 വോൾട്ടിലും പ്രവർത്തിക്കുന്ന സോൾഡറിങ് അയണാണ്. ഇതിന്റെ ഏകദേശം മാർക്കറ്റ് വില 125 രൂപയാണ്. ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ചും കമ്പനിയുടെ വ്യത്യാസം അനുസരിച്ചും വിലയിൽ മാറ്റമുണ്ടാവുന്നതാണ്. അത്യാവശ്യം കൂടുതൽ വർക്കൊന്നുമില്ലെങ്കിൽ ഇത് തന്നെ ധാരാളം. നമുക്കിത് ഓപ്പൺ ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഷോപ്പിംഗ് വെബ്സൈറ്റായ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നിവയിലും ലഭ്യമാണ്. ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ചുവടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് സോൾഡറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്. ഇതാണ് സോൾഡറിങ് ലെഡ്. ഇതുപയോഗിച്ചാണ് സോൾഡറിങ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്ത് വെക്കാം. ചൂടാവാൻ 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ മതിയാവും. ഇത് ചൂടാവാൻ വെച്ച ശേഷം ടേബിളിലോ മറ്റോ വെക്കരുത്, കാരണം ഇത് നല്ലവണ്ണം ചൂടാവുന്നൊരു സാധനമാണ്. ഇനി നമുക്കിത് സോൾഡറിങ് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വയർ ഈ പേസ്റ്റിൽ മുക്കുക. ശേഷം ഇതുപോലെ സോൾഡറിങ് ലെഡ് അല്പം സോൾഡറിങ് മെഷീനിൽ ആക്കുക. എവിടെയാണോ നിങ്ങൾക്ക് വെച്ച് ഒട്ടിക്കേണ്ടത് ആ ഭാഗത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സോൾഡർ ചെയ്യുക. ഇത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, ആർക്കും ഈസിയായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടായോ എന്നറിയാനോ മറ്റോ ഈ കമ്പിയിൽ തൊടരുത്. ഈ ഭാഗങ്ങളിൽ നല്ല ഹീറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെയുള്ള ഐറ്റംസ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യഥാസമയം നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു ടിപ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ബൈ.